ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയ റിലാക്സ് ആണ് ഇന്നത്തെ വീഡിയോ. സാധാരണ വീഡിയോ പോലത്തെ വീഡിയോ അല്ല കേട്ടോ. എൻ്റെ അമ്മമ്മേൻ്റെ കുക്കൻ അറബിയൻ മന്തി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ചിക്കൻ 1/2 കിലോ ചിക്കൻ എല്ലാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിൽ പീസിൽ അരിഞ്ഞിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പേസ്റ്റ് ആക്കിയിലേക്ക് അന്ന് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഒന്ന് എടുത്തിട്ടൊന്ന് ഇട്ടാണ്. പിന്നെ നമ്മൾ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഗരം മസാല പൗഡർ ഇട്ടിട്ട് കുറച്ച് മാഗി മസാല പൗഡർ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് എന്നിട്ട് കറക്കി കൊടുക്കുക. കറക്കുമ്പോൾ അത്യാവശ്യം പേസ്റ്റ് ആയിട്ടുണ്ടാവും. ആ പേസ്റ്റ് ആയപ്പോൾ നമുക്ക് അരക്കിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചപ്പ് കുനുക്കുനാച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നന്നായി കുനുക്കുനാച്ച് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് നേരെ കുക്കർ വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ചട്ടി കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചെടുക്കാം. ആ ഓയിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റംസ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ഐറ്റംസ് സൈക്കിളൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി സ്പൈസസ് എൻ്റെ ചെറുതായിട്ട് തീർച്ചയുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സ്പൈസസ് ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ സ്പൈസസ് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ തക്കാളി, ഉള്ളി, ഉണക്കനാരങ്ങ ഐറ്റംസൊക്കെ അതിലേക്ക് തട്ടിക്കൊടുക്കാം. അത് നന്നായി തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണക്കനാരങ്ങ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഇട്ടിട്ട് ഒന്ന് താക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാവും. ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആവശ്യത്തിനുള്ള ഞാൻ ഒരു പാക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളുടെ മറ്റേ പേസ്റ്റ് നമ്മൾ നേരത്തെ വെച്ച് ആ മസാലക്കൂട്ടുകളൊക്കെ ഇട്ടിട്ടുള്ളൊരു പേസ്റ്റ് ഇല്ല, ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ പേസ്റ്റ് ഇട്ടെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുമ്പോണ്ടാകുന്ന ഒരു കളറും നല്ല സ്മെല്ലാട്ടോ. അടിപൊളി സ്മെല്ലാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ എല്ലാം കൂടി സ്പൈസസും ഓനിയനും ടൊമാറ്റോ ഒക്കെ കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് നല്ല സ്മെല്ലും ഒരു മസാല കുളിച്ച് കുട്ടപ്പനാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സൊക്കെ കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ആക്കണം. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് നോക്കാം. നന്നായി നല്ല രസമുണ്ടല്ലോ ഇതിനിങ്ങനെ കുളിച്ചാൽ. ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ബഹളാണ്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തൊക്കെയാണ് നല്ല സ്മെല്ലുണ്ടാവും. തിളച്ച് വരുമ്പോഴേ നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ല്. ഇത് 3-4 ദിവസമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട്. പിന്നെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോൾ പിന്നെ വേഗം എഡിറ്റ് ചെയ്തിട്ട് വേഗം വിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ വേഗം സ്ക്രോൾ ചെയ്തത്. പിന്നെ വേഗം ആവശ്യത്തിനുള്ള ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചപ്പ് നമ്മൾ കുനുകുനാന്നെടുത്ത് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടി മിക്സ് ആക്കിയപ്പോൾ ചപ്പൊക്കെ അതിനുള്ളിൽ കുനുകുനാന്നരിഞ്ഞിടുക. നന്നായിട്ട് മിക്സ് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു പച്ച ചപ്പും കൂടി വന്നപ്പോഴേ എന്തൊക്കെയായാലും പച്ച സാധനമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. നല്ല മണം ഗൈസ്. അതിൻ്റെ ആവിയിലാണ് അതിൻ്റെ സ്വാദിഷ്ടമായ മണം വരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല മണം ഗൈസ്, നല്ല മണം, അടിപൊളി മണം കേട്ടോ. അങ്ങനെയിൽ ആവശ്യത്തിന് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിവിടെ 2 കപ്പ് അരിയും 3 കപ്പ് വെള്ളമായിട്ട് ഒഴിക്കണം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 3 കപ്പ് വെള്ളമായിട്ട് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ് ഇവിടെ അരിയാണ് എടുക്കുന്നത്. നമ്മൾ ബിരിയാണി അരിയില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2ാമത്തെ കപ്പാണ് ഒഴിച്ചെടുത്തത്. ലാസ്റ്റ് 1 കപ്പും കൂടി വരും. ഒരു കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളുടെ അരിമാമനെ തട്ടിക്കൊടുക്കണം. 2 കപ്പ് അരി നമ്മൾ ഇതാക്കുക. പിന്നെ അതിലേക്ക് അരിമാമനല്ല, ചിക്കനാണ് ഇട്ടെടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടെടുക്കുക കേട്ടോ. ഞാനിവിടെ ചിക്കൻ ഇട്ടെടുത്തിട്ട് ചിക്കൻ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചിക്കൻ മാമനോടെ വെള്ളത്തിലൊക്കെ കുളിച്ചെല്ലാം ഇതായിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തോണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് ചിക്കൻ മാമനോട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. ചിക്കൻ മാമ നല്ല വെള്ളത്തിലൊക്കെ കുളിച്ച് ഇതായി. നമുക്ക് മസാല വെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ചിക്കൻ മാമൻ നമ്മൾ ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ ചിക്കൻ മാമന് ഇട്ടെടുക്കാം കേട്ടോ.
ചിക്കൻ മാമൻ ഇപ്പം വരും എന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ചിക്കൻ മാമൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ മാമൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ചിക്കൻ മാമൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനെ കയ്യിൽ കണ്ടപ്പോൾ വേറെ എന്തൊക്കെയോ ഉള്ള പോലെ തോന്നുന്നു. ഇത് കണ്ടിട്ടൊക്കെ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. നല്ല രസം. ചിക്കനും എല്ലാ ചിക്കനും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ ചിക്കനൊക്കെ അടിയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അടിയിലായിട്ട് കുളിച്ച് വന്നോളൂ. അങ്ങനെ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്തൊക്കെയൊരു തകരാറുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ 2 കപ്പ് കേക്ക് വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ആ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ എല്ലാ അരിപ്പയിലൊക്കെ നല്ല വൃത്തിയാക്കി കേക്ക് കുറേ വട്ടം കേക്ക് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ഇട്ടെടുത്തപ്പോൾ തന്നെ എനിക്ക് ചെറിയ എണ്ണുണ്ട്. അത് ഇട്ടെടുക്കാം. അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അയ്യോ ഇന്ന് ഫോണൊക്കെ എവിടേക്കൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പുറത്ത് എന്ത് മഴയാണെന്ന് അറിയാം. അയിലൊക്കെ ഇടുന്ന സമയത്ത് പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം തന്നെ പുറത്ത് നല്ല മഴയാണ്. അപ്പം പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല മൊഞ്ചായിട്ടുണ്ട്. അരിയും ചിക്കനൊക്കെ അതിൽ കുളിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ തക്കാളിൻ്റെ തൊലിയൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി മാമേൻ്റെ തൊലിയൊക്കെ അതിൽ നിന്ന് പോന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ മൂട്ടിലേക്ക് അടിച്ച് കയറാണ്. പിന്നെ നമ്മൾ പച്ചമുളക് അങ്ങനെ നടു കയറിക്കാണ്ട് അതിൻ്റെ മേലെ കുത്തി കൊടുക്കാം കേട്ടോ. പച്ചമുളക് നടു കയറിക്കാണ്ട് അതിൻ്റെ മേലെ അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ കണ്ടിട്ട് എന്താണ് കേക്ക് മറ്റേ നമ്മൾ ഇത് വെക്കൂലേ എന്താണ് ലൈറ്റ് വെക്കൂലേ, ലൈറ്റല്ല മെഴുകുതിരി അതിങ്ങനെ വെക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. നടു കയറിങ്ങാണ്ട് ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലൊക്കെ നമ്മൾ നേരത്തെ വെച്ച് കുറച്ച് ഞാൻ ചപ്പട്ടില്ലേന്ന് ബാക്കി ചപ്പ അതിൻ്റെ മേൽക്കിട്ട്. അപ്പം ഉണക്കനാട്ട് പറഞ്ഞതിന് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടെടുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു പച്ചമുളക് കൂടി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൂടി മമ്മ കുത്തി കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. കുക്കർ നമ്മളുടെ ഇതൊന്ന് മൂടി വെച്ചോളൂ കേട്ടോ. നമ്മളുടെ മൂടിയിട്ടുണ്ട്. വിസിൽ വെച്ചെടുത്തോണ്ട് നമ്മൾ വിസിൽ വെച്ചാൽ മറന്നല്ലേ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പിന്നെ വിസിലെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് എന്താണ് ഒരു വിസിലടിച്ചതിന് ശേഷം ഇതാക്കിയതിൻ്റെ ശേഷം പിന്നെ അരമണിക്കൂർ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് ഒരു വിസിലടിച്ചതിൻ്റെ ശേഷം ഇത് എടുക്കാം കേട്ടോ. നമ്മളുടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളുടെ എന്ത് രസമുള്ള കാണാൻ, നല്ല മൊഞ്ചുണ്ട് ആളെ കാണാൻ, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും ഇത് ഗുഡ് ഫുഡാണ്, നല്ല ഗുഡായിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.